സാധാരണഗതിയിൽ മിക്കവാറും ആരും ചോദിക്കാത്തൊരു ചോദ്യമാണെങ്കിലും പലർക്കുമുള്ള ചെറിയൊരു സംശയം. നാമം ജപിക്കുന്നതിനെ കുറിച്ചുള്ള സംശയമാണ്. നാമം ജപിക്കുന്നതിൻ്റെ സ്പീഡ്. ഒരു പക്ഷേ ഭാരതത്തിൽ ജന്മം കൊണ്ട മതങ്ങളിൽ മാത്രമേ നാമജപം പൊതുവേ പതിവുള്ളൂ. മറ്റുള്ളതെല്ലാം ദീർഘമായിട്ടുള്ള പ്രാർത്ഥനകൾ ആണ് പതിവ്. ഓം നമോ നാരായണായ, ഓം നമ ശിവായ, ഓം ക്ലീം കൃഷ്ണായ, ഗായത്രി മന്ത്രം, മൃത്യുഞ്ജയ മന്ത്രം, ഇതൊക്കെ നമ്മൾ ജപിക്കാറുണ്ട്. എങ്ങനെയാണ് ജപിക്കേണ്ടത്? വളരെ സ്പീഡിലും പാടില്ല, വളരെ പതുക്കെ പാടില്ല. ഓം നമോ നാരായണായ, ഓം നമ ശിവായ ഏതാണ്ട് 1 മിനിറ്റിൽ 60 പ്രാവശ്യം. 1 മിനിറ്റിൽ ഏതാണ്ട് 60 പ്രാവശ്യം. ഗായത്രി മന്ത്രം 1 മിനിറ്റിൽ 6-7 പ്രാവശ്യം. മൃത്യുഞ്ജയ മന്ത്രവും ഏതാണ്ട് അതുപോലെ തന്നെ 6-7 പ്രാവശ്യം. അതിനൊരു വലിയ ഇഫക്റ്റുണ്ട്. മന്ത്രവും നാമവും ജപിക്കുമ്പോൾ ഈശ്വരൻ സന്തോഷിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വിവരണമാണ്. കുറച്ച് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ നാമജപത്തിനും ഈ മന്ത്രജപത്തിനുമെല്ലാം ഒരു തരത്തിൽ സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട്. ഞാൻ നാമം ജപിക്കുന്നു, എൻ്റെ നെഗറ്റീവുകൾ കുറയും, ഈ ഒരു വിശ്വാസം അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു ഫിസിയോളജിക്കൽ എഫക്റ്റ് ഉണ്ട്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ന്യൂറോളജിക്കൽ എഫക്റ്റ്. നമ്മൾ മ്യൂസിക്കൽ തെറപ്പി എന്ന് പറയാറുണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയാറുണ്ട്. ഫിസിയോളജിക്കൽ എഫക്റ്റാണ്. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കുടുംബത്തിൽ അതിനൊരു എഫക്റ്റ് ഉണ്ട്. ദ ഫാമിലി വിച്ച് പ്രേ ടുഗദർ സ്റ്റേ ടുഗദർ. നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് അവർ ഒരുമിച്ച് നിന്ന് ജീവിക്കാനുള്ളൊരു അവസരം. ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ് പ്രയിലൂടെ നടക്കുന്നു. അതിൻ്റെ മെറ്റീരിയലിസ്റ്റിക് ബെനിഫിറ്റിനേക്കാൾ ഉപരി സോഷ്യോളജിക്കൽ ബെനിഫിറ്റ്. സമൂഹത്തിൽ ഒരുമിച്ച് നാമം ജപിക്കുന്നവർ വളരെയധികം അക്കോമഡേഷനും അഡ്ജസ്റ്റ്മെൻറ്റിനും വിധേയമാകുന്നു. കാരണം എന്താ വെച്ചാൽ ഒരുമിച്ചുള്ള ഒരു നാമജപം പ്രാർത്ഥനയൊക്കെയാണ്. സമൂഹത്തിൻ്റെ ഐക്യത്തിന് അത് വളരെയേറെ പ്രയോജനപ്പെടും. നല്ല നല്ല കീർത്തനങ്ങളും മറ്റുള്ളതെല്ലാം ഒരുമിച്ച് ജപിക്കും. സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങൾ കേട്ടും കണ്ടും ചർച്ച ചെയ്തും ചിന്തിച്ചും ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. നമ്മുടെ രാഷ്ട്രത്തിലെ ഈ അറ്റം മുതൽക്ക് ആറ്റം വരെയും തെക്ക് മുതൽക്ക് വടക്ക് വരെയും കിഴക്ക് മുതൽക്ക് പടിഞ്ഞാറ് വരെയും അത് എല്ലാവരുടെയും ഒരു ആചാരവും അനുഷ്ഠാനവുമായാൽ അങ്ങനെ എല്ലാവരുടെയും ആചാരവും അനുഷ്ഠാനവുമാകുന്നത് നാഷണൽ ഇൻ്റഗ്രേഷൻ അത് വഴിതെളിക്കും. എങ്ങനെയാണോ നമ്മുടെ ജനഗണമന, ദേശീയ ഗാനം, ദേശീയ ഗീതം അതെല്ലാം നമ്മളെ ഒരുമിപ്പിക്കുന്നത്, അതേപോലെ ഈ മന്ത്രങ്ങൾ അതിൻ്റെ സ്പിരിച്വൽ എഫക്റ്റിനേക്കാൾ ഉപരി നമ്മുടെ സോഷ്യോളജിക്കൽ എഫക്റ്റിൽ നാഷണൽ ഇൻ്റഗ്രേഷന് വളരെയേറെ സഹായിക്കും. പലപ്പോഴും നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത്, ഒരുമിച്ച് ചെയ്യുന്നതും, ദേശീയ ഗാനം ഒരുമിച്ച് ആലപിക്കുന്നതും, ദേശീയ ഗീതം ഒരുമിച്ച് ആലപിക്കുന്നതും, ആ സമയത്ത് നമ്മൾ അറ്റൻഷനായിട്ട് നിൽക്കുന്നതുമെല്ലാം നാഷണൽ യൂണിറ്റിക്ക് വളരെയേറെ സപ്പോർട്ടാണ്. അതുകൊണ്ട് നാമജപം അതിൻ്റേതായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക് രീതിയിൽ ചെയ്യണം. കസ്റ്റമാറ്റിക് എന്ന വാക്ക് ഇംഗ്ലീഷിലില്ല. അടുക്കും ചിട്ടയോടും കൂടി എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കാവുന്ന വാക്കാണ് സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക്. പക്ഷേ കസ്റ്റമാറ്റിക് എന്ന വാക്കില്ലെങ്കിലും അർത്ഥം മനസ്സിലായതുകൊണ്ട് ഞാനത് പറയുകയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും കുറേയധികം അടുക്കും ചിട്ടയോടുകൂടി പോയാൽ സാധാരണ മെക്കാനിക്കലി ചെയ്യുന്നതിനേക്കാൾ ഏറെ അതിന് സ്പിരിച്വൽ, സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട്, ഫിസിയോളജിക്കൽ എഫക്റ്റ് ഉണ്ട്, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട്, കൾച്ചറൽ എഫക്റ്റ് ഉണ്ട്, സോഷ്യൽ എഫക്റ്റ് ഉണ്ട്, നാഷണൽ ഇൻ്റഗ്രേഷൻ ബേസ്ഡുള്ള എഫക്റ്റ് ഉണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ആത്മീയത നമ്മളൊരു സിമൻറ്റ് പോലെ ഒരു കെട്ടിടത്തിൽ ഉപയോഗിക്കുന്നു. ജീവിതത്തിലെ ബ്യൂട്ടിയും ഡ്യൂറബിലിറ്റിയും സ്ട്രെങ്ത്തും വർദ്ധിപ്പിക്കാൻ അത് വളരെയേറെ പ്രയോജനപ്പെടുമെന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.